സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിലുള്ള സർക്കാരിൻ്റെ നേട്ടങ്ങളാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു തൻ്റെ പ്രസംഗത്തിൽ ആവർത്തിച്ചത്. ചന്ദ്രയാനും അതോടൊപ്പം തന്നെ നാരീശക്തി വിളിച്ചോതിക്കൊണ്ടുള്ള പരിപാടികളൊക്കെ തന്നെ പറഞ്ഞു. വനിതാ പൈലറ്റുമാർ യുദ്ധവിമാനങ്ങൾ പറപ്പിക്കുന്നത് അവർ വ്യക്തമാക്കി. കാർഷിക മേഖലയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, താങ്ങുവിലയിൽ 2.5 ഇരട്ടി കൂട്ടി തുടങ്ങിയ അവകാശവാദങ്ങളും രാഷ്ട്രപതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് 4 തൂണുകളിലാണ് ഇന്ത്യയുടെ വികസനം നിൽക്കുന്നത് എന്നാണ് ദ്രൗപദി മുർമു പറഞ്ഞത്. ഒന്ന് യുവാക്കൾ, സ്ത്രീകൾ, അതോടൊപ്പം തന്നെ പാവപ്പെട്ടവർ, ഇവരെല്ലാവരും കൂടെ ചേരുമ്പോഴാണ് മാത്രമാണ് ഇന്ത്യയുടെ വളർച്ച മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിൽ ഏറ്റവും സുപ്രധാനമായി പറഞ്ഞത് നൂറ്റാണ്ടുകൾ കാത്തിരുന്ന രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പരാമർശമാണ്. ഇത് ഒരു വലിയ വിജയമാണ് എന്നുള്ള രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ പരാമർശം കയ്യടിയോടെയാണ് BJP അംഗങ്ങൾ സ്വീകരിച്ചതെന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഗരീബി ഹഠാവോ എന്നുള്ള മുദ്രാവാക്യം നമ്മൾ വർഷങ്ങളായി, ഞങ്ങളുടെ ചെറുപ്പക്കാലത്ത് പോലും ഞങ്ങൾ കേട്ടതാണ്. പക്ഷേ ഇപ്പോഴാണ് പാവങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചത് തുടങ്ങിയ രാഷ്ട്രീയമായ കാര്യങ്ങൾ കൂടി, അല്ലെങ്കിൽ വളരെ പരോക്ഷമായി തന്നെ രാഷ്ട്രീയം പറയുന്ന തരത്തിലുള്ള പ്രസംഗം തന്നെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ പാർലമെൻറ്റിൽ സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട്, അത് ജലമിഷനായിരുന്നാലും ശരി, അതോടൊപ്പം തന്നെ പാചകവാതകം നൽകുന്ന കാര്യം, അതോടൊപ്പം തന്നെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കിയ കാര്യം, കാർഷിക മേഖലയിൽ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കി എന്നുള്ള അവകാശവാദം, വളം സബ്സിഡി വലിയ തോതിൽ നൽകി എന്നുള്ള കാര്യം, അതോടൊപ്പം തന്നെ മറ്റ് മേഖലകൾ, ഇലക്ട്രോണിക്സ് മേഖലകളിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ, മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളതൊരു ആഗോള ബ്രാൻഡാണ് ഇപ്പോൾ എന്നുള്ളതാണ് ദ്രൗപദി മുർമു അവകാശപ്പെടുന്നത്. അതോടൊപ്പം തന്നെ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതി, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, വ്യവസായ മേഖലകളിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, MSME മേഖലകളിൽ വന്നിട്ടുള്ള മാറ്റം, ഇവയെല്ലാം തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗം തന്നെയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനായി. ഇപ്പോൾ നാളെ പൊതുബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു സമ്പൂർണ്ണ ബജറ്റല്ല എന്ന് ഈ സെഷന് മുന്നോടിയായി പ്രധാനമന്ത്രി തന്നെ പറയുകയും, നേരത്തെ അത് അറിയുന്നതാണെങ്കിൽ കൂടി പ്രധാനമന്ത്രി അക്കാര്യങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതാണ്. നാളെ ബജറ്റിൽ എന്തെങ്കിലും പ്രത്യേകമായൊരു പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എങ്ങനെയാകും ഈ സെഷൻ? ഏതെങ്കിലും തരത്തിലുള്ള അപ്രതീക്ഷിതമായ നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? രതീഷ്, ഇടക്കാല ബജറ്റ് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വന്നതാണ്. അതിൽ 4 മാസത്തേക്കുള്ള വരവ് ചിലവിനുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ബജറ്റിൽ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് ശേഷം സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് BJPയും NDAയും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത് എന്നുള്ള കാര്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ നാളെ വരാൻ പോകുന്ന ഇടക്കാല ബജറ്റിൽ ജനപ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇടക്കാല ബജറ്റ് മാത്രമാണെങ്കിലും ചില പ്രഖ്യാപനങ്ങൾ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളിലേക്ക് സർക്കാർ നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് മുന്നോട്ടുള്ളത്. പ്രത്യേകിച്ച് ആദായ നികുതി വകുപ്പ്, ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ചില നീക്കുപോക്കുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇടത്തരക്കാരെ കൂടി ഒപ്പം ചേർക്കാനുള്ള ചില നീക്കങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൂടായികയില്ല. നേരത്തെ പറഞ്ഞ പോലെ കാർഷിക മേഖലയിലേക്കുള്ള ഇപ്പോൾ നൽകുന്ന, കർഷകർക്ക് നൽകുന്ന ഓരോ 3 മാസം കൂടുമ്പോൾ നൽകുന്ന 2000 രൂപ അത് വർദ്ധിപ്പിക്കുന്നത്, ഇപ്പോൾ ഒരു കൊല്ലം 6000 കൊടുക്കുന്നത് ഒരു 10,000-ലേക്ക് 12,000-ലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത. എന്നിട്ട് അതിൻ്റെ ആദ്യ ഗഡു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ മാർച്ച് മുതൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അത്തരത്തിലൊരു പ്രഖ്യാപനം വന്നിരുന്നു. 2000 രൂപ ആദ്യ ഗഡുവായി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾക്ക് വലിയ സാധ്യത തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ശരി, P. ബസന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അവസാനത്തെ സെഷൻ എന്ന നിലയിൽ വളരെ പ്രധാനമാണ്. സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറയുകയാണ്. സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതി നാളെ ബജറ്റ് വരാൻ പോകുന്നു.